സദൃശ്യവാക്യങ്ങൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അവഗണിച്ച് കളയാറുണ്ട്. ഒരുപാട് വട്ടം സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചത് അല്ലേ, ഒരുപാട് പ്രസംഗങ്ങൾ, ധ്യാനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സങ്കീർത്തനങ്ങളിൽ നിന്ന് നടത്തിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ എന്തിനാ? നമ്മുടെ ആത്മീയ വർധനവിന് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ, ആരാധനയെങ്കിൽ നമ്മൾ ധ്യാനമായിട്ട് സങ്കീർത്തനങ്ങൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, സങ്കീർത്തനങ്ങൾ വായിക്കും. ആത്മീക വർധനവിന് വേണ്ടി എന്ത് ചെയ്യും, സങ്കീർത്തനങ്ങൾ ഒരുപാട് ഉപയോഗിക്കും. പ്രത്യേകിച്ചും ജീവിത അനുഭവങ്ങളിൽ നിന്ന് എഴുതപ്പെട്ടത് കൊണ്ട് അല്ലേ, പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ചേർത്തിണക്കി വായിക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതുപോലെ തന്നെ ജ്ഞാനഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട ഒന്നാണ് സദൃശ്യവാക്യങ്ങൾ. എന്നാൽ അത് അവഗണിക്കപ്പെട്ട് കിടക്കുക. പലപ്പോഴും സദൃശ്യവാക്യങ്ങൾ നമ്മൾ എപ്പോഴാണ് വായിക്കുന്നത്? ആകെ വായിച്ചിട്ടുള്ളത് ചിലപ്പോൾ സദൃശ്യവാക്യങ്ങൾ 31-ാമത്തെ അധ്യായമായിരിക്കും. അത് സ്ത്രീജന സൺഡേ ബന്ധത്തിൽ എന്ത് ചെയ്തു വായിക്കുന്ന ഒന്നാണ് ഈ 31-ാമത്തെ അധ്യായം. പക്ഷേ സദൃശ്യവാക്യങ്ങൾ അതിലപ്പുറം അതിനൊരു ഔട്ട്ലൈൻ ഇടുക, ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സദൃശ്യവാക്യങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ ആത്മീക വർധനവിന് വേണ്ടിയാണെങ്കിൽ സദൃശ്യവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഭൗതികമായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നീ എങ്ങനെ നയിക്കണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ആത്മീക ജീവിതം മാത്രമല്ല, ഇവിടെ നീ എന്ത് ചെയ്യും, പരദേശിയായിട്ടാണെങ്കിലും എന്ത് ചെയ്യുക, ജീവിക്കുക അല്ലെ, ഇവിടെ നീ എങ്ങനെ നടക്കണം, നീ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് സദൃശ്യവാക്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ആദ്യമേ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും. അടുത്ത വാക്യം കൂടെ വായിച്ചു. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും. എന്നിട്ട് പറയുകയാണ്, സദൃശ്യവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. വളരെ വ്യക്തമായിട്ട് ഉദ്ദേശം നൽകിയിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ നിന്നെ ജ്ഞാനിയാക്കുവാൻ വേണ്ടിയുള്ളതാ. ദൈവിക ജ്ഞാനം നിനക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയുള്ളതാ. ആരാണ് ദൈവിക ജ്ഞാനം പ്രാപിച്ച വ്യക്തി? വേദപുസ്തകത്തിൽ ജ്ഞാനിയായ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയും? ശലോമോൻ്റെ പേര് പറയും. പക്ഷേ അതിലുപരി അനേകം പേര് ദൈവിക ജ്ഞാനം പ്രാപിച്ചവരുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു കാണിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. യോസഫിനെ പറ്റി പറയുന്ന കാര്യമാണ്. എന്താണെന്നറിയാവോ? ദൈവം അവനോട് കൂടെ ഇരുന്നു, ഫറവോന്റെ മുൻപിൽ ഒരു നേതാവായി എത്തത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച ഒരുവനാണ് ആര്? ശലോമോനേക്കാളും മുൻപേ പ്രാപിച്ച ഒരുവനാണ് ആര്? യോസഫ്. വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ദാനിയേലിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. ദാനിയേൽ 5-ാം അധ്യായം 11-12. ഞാൻ ഒരുപാട് വേദവചനങ്ങൾ ഇങ്ങനെ എടുത്തു വായിപ്പിക്കുന്നത് ദൈവവചനം നമ്മളോട് സംസാരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവചനം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കണം. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും. ഒരു ജാതികളായ ഒരു സ്ത്രീ ദാനിയേലിനെ പറ്റി ബേൽതെശസ്സർ രാജാവിനോട് പറയുക, ദേവന്മാരുടെ ജ്ഞാനമുള്ള ഒരുവൻ തിരുമേനിയുടെ സന്നിധിയിലുണ്ട്. കണ്ട ദർശനത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ വേണ്ടി ആരുണ്ട് എന്ന മഹത്തുക്കളോടും ബാക്കിയുള്ളവരോടും ബേൽതെശസ്സർ രാജാവ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിനെ പറ്റി എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ജ്ഞാനം പ്രാപിച്ച ഒരുവൻ. വേറെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. പുറപ്പാട് 31 അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ചു ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ
പണിത്തരമുണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള കരകൗശല പണി ചെയ്യുന്ന ഓരോ വ്യക്തിയെ പറ്റിയും കർത്താവ് പറയുക, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, എൻ്റെ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇപ്പോൾ ശലോമോനേക്കാളും മുൻപ് ജ്ഞാനം പ്രാപിച്ചവരുണ്ട്. അവരൊരു നിൽക്കുന്ന സ്ഥാനത്ത് അവരെന്ത് ചെയ്യുന്നു, എക്സൽ. എന്താ എന്ന് വെച്ചാൽ ചെയ്യുന്ന, നമുക്കറിയാം സാധാരണ നമ്മൾ പറയുന്നത് ഇവന് ഭയങ്കര കഴിവുള്ളവനാണ്, അവൻ മനോഹരമായിട്ട് എന്ത് ചെയ്യും, ഓരോ പണിയും ചെയ്യും. നേതാവാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ നേതാവായി മാറത്തക്ക രീതിയിൽ, കരകൗശല പണി ചെയ്യുന്നവനാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യത്തക്ക രീതിയിൽ എന്ത് ചെയ്യും, ദൈവിക ജ്ഞാനം ലഭിച്ച അനേകം വ്യക്തികളുണ്ട്. ശലോമോൻ എന്തിനു വേണ്ടിയാണ് ജ്ഞാനം ലഭിച്ചത്? ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ രാജ്യത്വം നടത്താൻ വേണ്ടി ഒരു വൈസ് ലീഡർ എന്നുള്ള പൊസിഷനിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ശലോമോന് ലഭിച്ച ജ്ഞാനം എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നിൽക്കുന്ന നമ്മൾ ഭൗതികമായിട്ട് പ്രായോഗികമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എക്സൽ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ദൈവിക ജ്ഞാനം വേണം. ദൈവിക ജ്ഞാനമില്ലാതെ നീ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതുപോലെ ശ്രേഷ്ഠമായതിലേക്ക് എത്തുവാൻ സാധിക്കത്തില്ലെന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ടാണ് സമാഗമന കൂടാരത്തിൽ കരകൗശല പണി ചെയ്യുന്നവന്മാരെ എന്ത് ചെയ്തത്, ദൈവം ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നത്. അവൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കിയാൽ പോരാ, അവൻ്റെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കിയാൽ പോരാ, പകരം എന്ത് ചെയ്യണം, അവൻ ശ്രേഷ്ഠമായിട്ട് അത് നിർമ്മിക്കണം, ഏറ്റവും മേന്മയുള്ളതായി മാറണമെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. യോസഫ് സാധാരണ ഒരു നേതാവായാൽ പോരാ, പകരം അവൻ എങ്ങനത്തെയുള്ള നേതാവാകണം, ശ്രേഷ്ഠമായി തീരണം. ദാവീദിന് ജ്ഞാനം കൊടുത്തു, അനേക വ്യക്തികളുണ്ട്. മോശയ്ക്ക് ദൈവത്തിന് ജ്ഞാനം കൊടുത്തു എന്ന് ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ വളരെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുക. ശലോമോൻ്റെ പ്രത്യേകത എന്താ? ഈ ജ്ഞാനം ശലോമോൻ എന്ത് ചെയ്തു, സദൃശ്യവാക്യങ്ങളായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഈ സദൃശ്യവാക്യങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? ആദ്യമേ തന്നെ പുസ്തകത്തിൻ്റെ ഉദ്ദേശം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എന്താ? ജ്ഞാനി കേട്ടിട്ട് എന്ത് ചെയ്യണം, വിദ്യാഭിവൃദ്ധി പ്രാപിക്കണം. അതുമാത്രമല്ല, അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധി, ബാലന് പരിജ്ഞാനം, വകതിരിവ്, ഇതൊക്കെ ഉണ്ടാകണം. ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സദൃശ്യവാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് പുസ്തകത്തിൻ്റെ ഉദ്ദേശം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ ജ്ഞാനത്തെ വേണ്ടാന്ന് വെക്കും. നമ്മൾ ഈ ജ്ഞാനം ഉപേക്ഷിച്ചിട്ട് നമ്മുടേതായ ബുദ്ധിപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങാനാണ്. ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ബുദ്ധി ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുവാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. ചില വാക്കുകൾ ഞാനൊരു ഔട്ട്ലൈൻ, ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഔട്ട്ലൈൻ ഇടാൻ ആഗ്രഹിക്കുക. സദൃശ്യവാക്യങ്ങൾ എന്ന പേരുണ്ടെങ്കിലും 10-ാമത്തെ അധ്യായം മുതലാണ് സദൃശ്യവാക്യങ്ങൾ തുടങ്ങുന്നത്. വാക്യങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ. അവിടുന്നാണ് തുടങ്ങുന്നത്. 10 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 10-ാമത്തെ മുതൽ 24 വരെ ശലോമോൻ എഴുതിയ സദൃശ്യവാക്യങ്ങളാണ്. 25-ന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നു, ഹിസ്കിയ രാജാവിൻ്റെ ആളുകൾ ശലോമോൻ പറഞ്ഞത് എന്ത് ചെയ്തിരിക്കുന്നു, ചേർത്ത് എഴുതിയിരിക്കുന്നു. അതാണ് 25 മുതൽ 29 വരെ. 25-ന്റെ ആദ്യത്തെ വാക്യം വായിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. 30-ാമത്തെ അധ്യായം സദൃശ്യവാക്യം എഴുതിയത് ആരാന്നറിയോ? ആഗൂരാണ്. ആഗൂരിൻ്റെ സദൃശ്യവാക്യമാണ് 30-ാമത്തെ അധ്യായം. 31 എഴുതിയിരിക്കുന്നത് ലെമുവേലാണ്. ലെമുവേൽ എഴുതിയതല്ല, ലെമുവേൽ അമ്മയിൽ നിന്ന് കേട്ടത്, അവൻ അമ്മയിൽ നിന്ന് പഠിച്ചത്. അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സദൃശ്യവാക്യങ്ങളായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സദൃശ്യവാക്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചില ഒരുക്കമുണ്ട്. അതാണ് 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങൾ ശലോമോൻ ചെയ്തിരിക്കുന്നത്. 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങൾ സദൃശ്യവാക്യങ്ങളല്ല, പ്രബോധനങ്ങളാണ്, പ്രഭാഷണങ്ങളാണ്, എന്ത് വേണേലും വിളിച്ച പ്രസംഗങ്ങളാണ്, സ്പീച്ച് എന്ത് വേണേലും നിങ്ങൾ പറഞ്ഞു, പ്രബോധനങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ശലോമോൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങൾ. എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ ജ്ഞാനം അതിലേക്ക് നിന്നെ എന്ത് ചെയ്യണം, നടത്തണം, നിന്നെ കൊണ്ടെത്തിക്കണം. അതിൻ്റെ ആഗ്രഹത്തോടെ ശലോമോൻ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ ഈ 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ ചില കഥാപാത്രങ്ങളെ എന്ത് ചെയ്യുക, ശലോമോൻ കൊണ്ടുവരിക. ചില കഥാപാത്രങ്ങൾ, ചിലരെ ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 1-ാമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ 1, അതിൻ്റെ 8 വായിച്ചിട്ട് 1-ന്റെ 8
മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. 9 വായിച്ചോ. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. മതി. ഇനി 4-ാമത്തെ അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അപ്പൻ്റെ പ്രബോധനം കേൾക്കാം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഒരു അച്ഛൻ അമ്മയോട് പറയുന്നതല്ല. ഒരു അപ്പൻ്റെ പ്രബോധനം കേൾക്കുക എന്ന് പറയുന്നത്, അപ്പൻ്റെ പ്രബോധനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു ജ്ഞാനിയായ ഒരുവൻ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്, മക്കളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മക്കളോട് ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കുകയാണ്. അപ്പം ഇനി ആവർത്തിച്ച് ഇത് നമ്മൾ കേൾക്കും, ഈ സദൃശ്യവാക്യങ്ങൾ 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ. അപ്പോൾ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അതിന് ചെവി കൊടുക്കുക എന്ന് നമ്മൾ എന്ത് ചെയ്തു കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു 10 പ്രഭാഷണങ്ങൾ ഈ അപ്പൻ നടത്തുന്നുണ്ട്. ഈ 10 പ്രഭാഷണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രബോധനങ്ങളാണ് ശലോമോൻ നമ്മളെ ഒരുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ 10 പ്രബോധനങ്ങളിലേക്ക് നമ്മൾ വരും. അത് സമയത്തിനനുസരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ ആദ്യത്തെ കഥാപാത്രം ആരാന്ന് മനസ്സിലായല്ലോ, ജ്ഞാനിയായ ഒരുവൻ അല്ലെങ്കിൽ ഒരു അപ്പൻ. അവൻ എന്ത് ചെയ്യുക, മക്കളോട് എന്ന പോലെ നമ്മളെ എന്ത് ചെയ്യുക, ഉപദേശിക്കുക. രണ്ടാമത്തെ ഒരു കഥാപാത്രത്തെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 8-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പണ്ടുപണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിക്ക് ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ. പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനും മുൻപേയും കുന്നുകൾക്ക് മുൻപേയും ഞാൻ ജനിച്ചിരിക്കുന്നു. വലിയ പാർട്ടിയാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദിയിൽ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെ ഉള്ള ഒരുവൾ. ആ പേര് വ്യക്തമായിട്ട് 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ 1 അതിൻ്റെ 20-ാമത്തെ വാക്യം. ജ്ഞാനമായവൾ, ശ്രദ്ധിക്കണേ, ജ്ഞാനമായവൾ, ജ്ഞാനിയായവൾ എന്നല്ല പറഞ്ഞത്, ജ്ഞാനമായവൾ. ആ വാക്ക് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പേഴ്സോണിഫൈ ചെയ്യുക. നമുക്കറിയാം, ഉൽപ്പത്തിയിൽ ആബേലിൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ രക്തം നിലവിളിച്ചു എന്നല്ല, അതുപോലെ ഒരു ശൈലി ശലോമോൻ എന്ത് ചെയ്യുക, എഴുത്തിൽ കൊണ്ടുവരിക. ആ ശൈലി കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ജ്ഞാനമായവൾ, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് പറയുന്ന കാഴ്ചയാണ് 2-ാമത്തെ ഒരു കഥാപാത്രമായിട്ട് കൊണ്ടുവരിക. ഇത് കഴിഞ്ഞിട്ട് 3-ാമതൊരു ഗ്രൂപ്പ് ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 7-ാമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ 7. മകനെ, എൻ്റെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 7 അതിൻ്റെ 7-ാമത്തെ വാക്യം. ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു, യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. ഒരു പുതിയൊരു കഥാപാത്രം, ബുദ്ധിഹീനൻ. ഇവന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവന് ശരിയേതാ തെറ്റേതാന്നൊന്നും അറിയത്തില്ല. അവൻ ജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യും, പെട്ടെന്ന് ചതിക്കുഴിയിൽ പെട്ടുപോകും. ഇവനെപ്പറ്റി പിന്നീട് വർണ്ണിക്കുന്നുണ്ട്, പക്ഷെ ഇവന്റെ പേര് തൽക്കാലം പറഞ്ഞിരിക്കുക. എന്താ എൻ്റെ പേര്? ബുദ്ധിഹീനൻ. വേറൊരു വ്യക്തിയുണ്ട്, 9-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഫലസിക്കുന്നവന് കറ പറ്റുന്നു. പരിഹാസി നിന്നെ ആവർത്തിച്ച് പറയാണ്, പരിഹാസി ദൈവത്തിൻ്റെ ജ്ഞാനവും അതിൻ്റെ മുന്നറിയിപ്പുകളെയും അവഗണിച്ച് അതിനെ പരിഹസിച്ച് തനിക്ക് ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ. ആദ്യം ബുദ്ധിഹീനൻ, അവന് ദൈവിക ജ്ഞാനം ഇല്ല, അവനാണെങ്കിൽ ശരിയേതാ തെറ്റേതാന്നറിയത്തില്ല. 2-ാമത്തെ ഗ്രൂപ്പുള്ള ആളാണ് പരിഹാസി. അവൻ്റെ പ്രത്യേകത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവിക ജ്ഞാനം പറഞ്ഞു കൊടുത്താലും അതിനെ എന്ത് ചെയ്യും, ഉപദേശിച്ചു കൊടുത്താലും അതിൻ്റെ മുന്നറിയിപ്പുകളെ കേട്ടാലും എന്ത് ചെയ്യത്തില്ല, അവൻ മനസ്സിലാക്കത്തില്ല. അവൻ അതിനെ പരിഹസിച്ച് എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. 3-ാമത്തെ ഒരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 1-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുന്ന ഒരു ഗ്രൂപ്പ്, അവനെ വിളിക്കുന്ന പേരാണ് ഭോഷൻ. ഈ 3 പേരെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പെടരുത്. ദൈവിക ജ്ഞാനം ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ദൈവിക ജ്ഞാനത്തെ
ഇഷ്ടപ്പെടുന്നില്ല. അവർ ദൈവിക ജ്ഞാനത്തെ ഉപേക്ഷിച്ച് അതിനെ വെറുത്ത് അതിനെ പരിഹസിച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ. അവസാനമായിട്ട് ഒരു കഥാപാത്രം കൂടെ ഉണ്ട്. അത് 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഭോഷത്വമായവൾ. മതി. ഈ 4 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരു അപ്പനുണ്ട്, അപ്പൻ മകനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഒരു 10 കാര്യങ്ങളുണ്ട്, അതവിടെ നിന്നോട്ട്. 2 ജ്ഞാനമായവൾ. 3 ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്, പരിഹാസി, ബുദ്ധിഹീനൻ, പിന്നെ ഭോഷൻ. 4-ാമത്തെ ആൾ ഭോഷത്വമായവൾ. അപ്പോൾ ഇവരെ പറ്റിയെല്ലാം, ഈ 3 ക്യാരക്ടേഴ്സിനെ പറ്റിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ അപ്പൻ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ അപ്പൻ്റെ പ്രബോധനങ്ങൾ എന്ത് ചെയ്യണം? നീ ശ്രദ്ധയോടെ കേട്ടുകൊള്ളണം. ഇത് നിന്നെ ഒരുക്കുക. എന്തിനു വേണ്ടിയാ? ദൈവിക ജ്ഞാനം, ദൈവത്തിൻ്റെ സദൃശ്യവാക്യങ്ങൾ ഇതെന്ത് ചെയ്യണം? നീ കേൾക്കാൻ വേണ്ടി തക്ക രീതിയിൽ നിന്നെ ഒരുക്കാൻ പോകുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ഈ അപ്പൻ്റെ പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം. ആദ്യത്തെ പ്രബോധനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. ആദ്യമേ തന്നെ അപ്പൻ പറയുന്നുണ്ട് എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം? നീ അപ്പൻ്റെ പ്രബോധനം ശ്രദ്ധയോടെ കേട്ടുകൊള്ളണം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ നീ ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുക. എന്നിട്ട് പറയുകയാണ്, നീ അമ്മയുടെ ഉപദേശം നിരസിക്കരുത്. എന്നിട്ട് പറയുകയാണ് 10-ാമത്തെ വാക്യം. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. പാപികൾ നിന്നെ വശീകരിക്കരുത്. സങ്കീർത്തനം ആദ്യം 1-ാമത്തെ സങ്കീർത്തനം തന്നെ പറയുന്നത് എന്താണ്? ദുഷ്ടൻ്റെ. അതുതന്നെയാണ് സദൃശ്യവാക്യ ലേഖനകർത്താവും അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കളോട് ഉപദേശിക്കുന്നത്. പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ എന്ത് ചെയ്യരുത്? വഴിവിട്ട് പോകരുത്. ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്നുള്ളത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ട്. നിന്റെ കാൽ അവരുടെ പാതയിൽ പോലും വെക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും, നീ അവരോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ചിന്ത പോലും നിനക്ക് പാടില്ല. എന്നിട്ട് 16-ാമത്തെ വാക്യം വായിക്കുക. അവരെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ കാൽ എന്ത് ചെയ്യുന്നു? ദോഷം ചെയ്യുവാൻ ഓടുന്നു, രക്തം ചൊരിയിപ്പാൻ അവർ ബദ്ധപ്പെടുന്നു. എന്നിട്ട് ഇവരുടെ കൂടെ നടന്നാലുള്ള പ്രശ്നം വളരെ വ്യക്തമായിട്ട് സദൃശ്യവാക്യത്തിൽ അപ്പൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 19-ാമത്തെ വാക്യം എന്താണെന്നറിയോ? ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. നീ നിത്യജീവൻ, ദീർഘായുസ് പ്രാപിക്കണമെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നന്മയുള്ളതായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായിട്ടും നല്ലതായിട്ടും ജീവിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യരുത്? ദുഷ്ടന്മാരുടെ വഴിയിൽ പോകരുത്. അവരുടെ കൂടെ നടക്കാൻ നീ എന്ത് ചെയ്യരുത്? ശ്രമിക്കരുത്. അവർ മൂലം നീ വഴിപ്പെട്ടു പോകരുത്. ഒരു ഉദാഹരണം അപ്പൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, 17-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ. പക്ഷി കാണെ വല വിരിക്കുന്നത് വ്യർത്ഥമാണ്. ഒരു പക്ഷിക്കറിയാം ഒരാൾ വല വിരിച്ച് വെച്ചിരിക്കുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല വിരിച്ചാൽ അത് ചെന്ന് പെടുവോ? ഇല്ല. പക്ഷെ ഈ ദുഷ്ടൻ്റെ കൂടെ വശീകരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യൻ എങ്ങനെ? പലപ്പോഴും ഇത് കണ്ടിട്ടും അതിൽ ചെന്ന് കയറി കൊടുക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻ അങ്ങോട്ട് ചെന്ന് കയറിയതാണെന്ന് നമ്മൾ പറയും, അല്ലേ? അതുപോലെയാണ് ഇവൻ്റെ അവസ്ഥ. അപ്പൻ പറയുകയാണ്, മകനെ, നീ ദുഷ്ടൻ്റെ വഴിയെ പോകരുത്, അതിൽ നീ വശീകരിക്കപ്പെടരുത്, അവൻ്റെ വഴിയിൽ നീ നടക്കരുത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും അരുത്. ഒരു രസത്തിന് പോലും നീ എന്ത് ചെയ്യരുത്? തുടങ്ങരുത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ചില കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? വലിയ പാപത്തിലേക്ക് ചെന്നെത്തുന്നത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒരു കള്ളം പറഞ്ഞു, അത് സാരമില്ല, ഇനി ആവർത്തിക്കുക, പിന്നീട് അങ്ങോട്ട് കള്ളത്തരം പറയും. അങ്ങനെ എന്ത് ചെയ്യും? അതൊരു വലിയ പാപത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു ചിത്രം. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ദുഷ്ടൻ്റെ പാതയിൽ കാൽ വെക്കത്തില്ല. രണ്ടാമത് അപ്പൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും. ജ്ഞാനത്തിന് നീ ചെവി കൊടുക്കുക. എൻ്റെ പ്രബോധനം തീർന്നിട്ടില്ല, നീ മറന്നു പോകരുത്. നീ ഇപ്പോഴും എന്ത് ചെയ്യണം? എൻ്റെ ജ്ഞാനത്തിന് ചെവി കൊടുക്കണം. എന്താ അപ്പം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് നേടാം?
അപ്പൻ പറയുകയാണ് മകനോട്, നിനക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കാം? ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്, ആദ്യം നീ എന്ത് ചെയ്യണം? നിൻ്റെ ബോധവും നിൻ്റെ ഹൃദയവും ഒക്കെ എങ്ങോട്ട് ചെയ്യണം? ചായ്ക്കണം. പലപ്പോഴും ദൈവത്തിന് ചെവി കൊടുക്കുകയോ ദൈവത്തിന് ഹൃദയം ചായ്ക്കുവാനും നമുക്ക് നേരമില്ല. നമുക്ക് ലോകപ്രകാരം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ടി വിയിലും ന്യൂസിലും ഫോണിലും ഉണ്ട്. ദൈവവചനത്തിനോ ദൈവത്തിൻ്റെ കൂട്ടായ്മകൾക്കോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹൃദയത്തെയോ ചെവിയോ ദൈവവചനത്തിനോ സമയം കൊടുക്കാൻ നമുക്കില്ല. നമ്മുടെ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ ദൈവവചനം എന്തായി മാറിക്കൊണ്ടിരിക്കുക, ഒരു സൈഡിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ കാര്യം നീ എന്ത് ചെയ്യണം? ചെവി കൊടുക്കുക. ആദ്യം നീ എന്ത് ചെയ്യണം? നിൻ്റെ ഹൃദയത്തെ ചായ്ക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. തീർന്നില്ല. രണ്ടാമത്തെ വാക്യം പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നിൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് ഉള്ളിൽ സംഗ്രഹിക്കണം. ആ വാക്യം വായിച്ചേട്ടെ, 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നുപോയിട്ട് അതിന് എതിരെ ജീവിക്കുന്നവരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭൗതിക ലോകത്തിൽ കാണുന്നത്. ദൈവവചനം എന്താ ഓർമ്മിപ്പിക്കുന്നത്? നിനക്ക് ജ്ഞാനം വേണോ? ആദ്യം നീ ചെവി കൊടുക്ക്. 2, അവൻ്റെ കൽപ്പനകളെ കേട്ട് നീ എന്ത് ചെയ്യണം? അതിനെ നിന്റെ ഉള്ളിൽ സംഗ്രഹിക്കണം. തീർന്നില്ല. 3-ാമത്തെ വാക്യം വായിച്ചാട്ട്. നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ ബോധത്തിനായി വിളിച്ച് കരഞ്ഞ് നീ എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. കാരണം ദൈവിക ജ്ഞാനം ദൈവമാണ് തരുന്നത്. ദൈവത്തോട് ചോദിക്കാതെ അത് നിനക്ക് കിട്ടത്തില്ല. ആദ്യം നിന്റെ ക്രമപ്പെടുത്തണം ചില കാര്യങ്ങൾ. ചെവി ചായ്ക്കണം, ഹൃദയം തുറക്കണം, പിന്നെന്ത് ചെയ്യണം? നീ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കണം. അവിടെ പറയുകയാണ്, നീ ബോധത്തിനായിട്ട് വിളിക്കണം, വിവേകത്തിനായിട്ട് നീ എന്ത് ചെയ്യണം? ശബ്ദം ഉയർത്തണം. 4-ാമത്തെ വാക്യം, വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു. നിനക്ക് ആഗ്രഹം വേണം, ഇതെനിക്ക് വേണമെന്നുള്ളത് നീ അന്വേഷിച്ച് കണ്ടെത്തണം. ക്രിസ്തുയേശു എന്താ പഠിപ്പിച്ചത്? അന്വേഷിപ്പീൻ കണ്ടെത്തും. നീ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി അന്വേഷിക്കുക. ദൈവിക ജ്ഞാനം നിന്നെ നടത്താൻ വേണ്ടി ദൈവത്തോട് നീ എന്ത് ചെയ്യുക? അപേക്ഷിക്കുക. ഇത് അപ്പൻ തൻ്റെ മകനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തിനാണ് എനിക്ക് ഈ ജ്ഞാനമൊക്കെ? മകന് വേണേൽ ചോദിക്കാമല്ലോ. അല്ല, ഈ ദൈവിക ജ്ഞാനം കിട്ടിയതുകൊണ്ട് എനിക്കെന്താ ഗുണം? 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയ തന്നെ. നിഷ്കളങ്കമായിട്ട് നടക്കുന്നവർക്ക് രക്ഷയും പരിചയവുമായിട്ട് മാറും. എന്ത്? യഹോവയുടെ ജ്ഞാനം. ഈ ജ്ഞാനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദുഷ്ടന്റെ പാതയിൽ കാൽ വെക്കാത്ത രീതിയിൽ അത് നിനക്ക് എന്തായി മാറും? ഒരു പരിചയമായിട്ട് മാറും, ഒരു രക്ഷയായിട്ട് മാറുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇതാണ് അപ്പന് പഠിപ്പിക്കാനുള്ള 2-ാമത്തെ പാഠം. അതുമാത്രമല്ല, അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, അവൻ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിച്ചതുകൊണ്ട് പ്രയോജനങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. മൂന്നാമതായിട്ട് അപ്പൻ എന്താ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? 3-ാമത്തെ അധ്യായം സദൃശ്യവാക്യം 3 വീണ്ടും അപ്പൻ ഓർമ്മിപ്പിക്കുക. 3:1, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. നീ ഇത് മറന്നില്ലെങ്കിൽ, നീ എൻ്റെ ഉപദേശം കേട്ട്, എന്തായിരുന്നു അപ്പൻ്റെ ഉപദേശം? നീ ദുഷ്ടൻ്റെ പാതയിൽ നടക്കരുത്, ദൈവത്തിൻ്റെ വചനം ജ്ഞാനം എങ്ങനെ നേടാം, ഈ 2 ഉപദേശവും നീ മറക്കാതെ എന്ത് ചെയ്യുക? അനുസരിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് നീ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, അപ്പൻ ഓർമ്മിപ്പിക്കുക. 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് അവർ ചില കാര്യങ്ങൾ ദൈവം പറയുക, നിനക്ക് എന്ത് ചെയ്യും? അത് ദീർഘായുസ്സും ജീവകാലം സമാധാനവും. ഇന്ന് ഏറ്റവും കുറവ് എന്താ? സമാധാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചാൽ എന്ത് നിനക്ക് ലഭിക്കും? ദീർഘായുസ്സും ദൈവിക സമാധാനവും. അതേസമയം ദുഷ്ടൻ്റെ പാതയിൽ നടന്നാൽ അത് നിന്റെ ജീവൻ പോകുമെന്ന് ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? വായിച്ചു. ദൈവം ഓർമ്മിപ്പിക്കുക, അത് നിനക്ക് ദീർഘായുസ് ആയിത്തീരും. തീർന്നില്ല. 4-ാമത്തെ വാക്യം, അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ, അവിടെ എഴുതിയിരിക്കുന്നത് ബോധ്യമായ ലാവണ്യം. 2 പേർക്കും ബോധിച്ച രീതിയിലുള്ള ഒരുവനായിട്ട് ആര് മാറും? നീ മാറും. ദൈവിക ജ്ഞാനം പ്രാപിച്ച ഒരുവൻ,
അതാണ് യോസഫിൻ്റെ ജീവിതത്തിൽ കണ്ടത്. ഫറവോനും ബോധിച്ചു, ദൈവത്തിനും ബോധിച്ചു. അവൻ എന്ത് ചെയ്തു? ഒരു നേതാവായിട്ട് മാറി. ദാനിയേലിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ മതി. ദാനിയേലിന് ദീർഘായുസ്സും ദൈവം കൊടുത്തു, അല്ലെ? പല രാജ്യങ്ങളും ഇങ്ങനെ മാറി മാറി വന്നു. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? സ്ഥിരപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചവൻ എന്ത് ചെയ്യും? രണ്ടുപേർക്കും, മനുഷ്യർക്കും ദൈവത്തിനും ബോധ്യമുള്ളവനായി മാറുമെന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം ഓർമ്മിപ്പിക്കുക. ഇനിയും 6-ാമത്തെ വാക്യം വായിച്ചാട്ട്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിന്റെ പാതകളെ അവൻ എന്ത് ചെയ്യും? നേരെയാക്കും. സക്സസ്. പലപ്പോഴും ജീവിതത്തിൽ സക്സസ്, വിജയം ഇല്ല. പലപ്പോഴും നമ്മളെന്ത് പറയും? ഞാൻ തോറ്റുപോയി, ഇതിൽ തോറ്റുപോയി, ഇത് തുടങ്ങി അതിൽ തോറ്റുപോയി, കട തുടങ്ങി അതിൽ തോറ്റുപോയി, ഇന്നതിൽ തോറ്റുപോയി എന്ന് പറയും പലപ്പോഴും പറയുന്നുണ്ട്. എന്നാൽ ദൈവിക ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നെ തോൽക്കാൻ സമ്മതിക്കത്തില്ല. യോസഫ് എവിടെ കിടന്നവനാ? അവനെ എങ്ങോട്ട് ഉയർത്തിയെങ്കിൽ എത്ര ദൈവിക ജ്ഞാനവും കൃപയും കൊടുത്ത് കർത്താവായ ദൈവം നിന്നെ എന്ത് ചെയ്യും? നിന്റെ പാതകളെ നേരെയാക്കും. അത് ദൈവം പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. എന്താണെന്നറിയാവോ? മകനെ, എൻ്റെ ഉപദേശം നീ മറക്കരുത്, എൻ്റെ പ്രബോധനങ്ങൾ നീ എന്ത് ചെയ്യരുത്? മറക്കരുത്. തീർന്നില്ല. 8-ാമത്തെ വാക്യം. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. ഇന്ന് ആരോഗ്യം എന്ന് പറയുന്നത് ആർക്കും തന്നെ ഇല്ല എന്ന് നമുക്ക് വേണേൽ പറയാം, അല്ലേ? പലർക്കും അസുഖങ്ങളും രോഗങ്ങളാലും ബാധിക്കപ്പെടുമ്പോഴും ദൈവം പറയുക, ദൈവിക ജ്ഞാനമുള്ളവനായി ദൈവിക പരിജ്ഞാനത്തിൽ നടന്നാൽ നിനക്കെന്തുണ്ട്? ആരോഗ്യമുണ്ട്. തീർന്നില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. 10-ാമത്തെ വാക്യം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിനക്കൊരു കുറവും വരുത്താതെ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമുണ്ട്. ഇരമ്യാ പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞു, എന്ത് ചെയ്തു? ഇസ്രായേലിനോട്, ഇസ്രായേലെ, നീ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നില്ലെങ്കിൽ കൽദയർ എന്ത് ചെയ്യും? നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ഇരമ്യാവ് ദൈവത്തെ അനുസരിച്ച് നടന്നതുകൊണ്ട് ഇരമ്യാവിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? നീ ഈ ഭൂമി മേടിക്കണം. എവിടെ? കൽദയർ വന്ന് ആക്രമിക്കാൻ പോകുന്ന ഭൂമി നീ എന്ത് ചെയ്യുക? മേടിക്കുക. സ്വാഭാവിക ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ? ഒരു എതിർ ശത്രുവിൻ്റെ സൈന്യം വന്ന് എന്ത് ചെയ്യാൻ പോവുക? ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോവുക. അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോകുന്ന ഈ ദേശത്തിലെ ഭൂമി വിലയ്ക്ക് ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുമോ? അതും പ്രവചിച്ച് പറഞ്ഞതാരാ? ഇരമ്യാവ്. ഇരമ്യാവിനോട് കർത്താവ് കൊടുത്ത വാഗ്ദത്വം, ഞാൻ നിന്നെ ഇവിടെ നിർത്താം, ഞാൻ നിന്നെ ഇവിടെ എന്ത് ചെയ്യാം? ഈ ഏത് ശത്രു വന്നാലും നിന്നെ സ്ഥിരപ്പെടുത്താമെന്ന് ദൈവം കൊടുത്ത വാഗ്ദത്വമാണ്. ഇസ്രായേലിന് കൊടുത്ത ഇങ്ങനെ ഒരു വാഗ്ദത്വം എന്താണെന്നറിയോ? നീ 7 കൊല്ലം കഴിയുമ്പോൾ, നീ 6 കൊല്ലം ഒക്കെ അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യുക? 7-ാമത്തെ കൊല്ലം നീ നിൻ്റെ ഭൂമിയെ വെറുതെ ഇടുക, അത് ദരിദ്രർക്ക് കൊടുക്കുക. നിന്നെ ഞാൻ പോറ്റാമെന്നാണ് കർത്താവ് പറഞ്ഞത്. 7-ാമത്തെ കൊല്ലം നീ എന്ത് ചെയ്യരുത്? കൃഷി ഇറക്കരുത്. കർത്താവ് പറയുകയാണ്, 6-ാമത്തെ കൊല്ലത്തെ നിനക്ക് കിട്ടുന്ന എന്ത് സമൃദ്ധി ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് നീ എന്ത് ചെയ്യും? 6-ാമത്തെ കൊല്ലത്തിൽ ഒരു ഭാഗം കഴിക്കും, 7-ാമത്തെ കൊല്ലവും നീ കഴിക്കും. 8-ാമത്തെ കൊല്ലം കൃഷി ഇറക്കിയ ഉടനെ അതിൻ്റെ ഫലം കിട്ടത്തില്ല. കൃഷി ഇറക്കിയിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നവരെ നിന്നെ എന്ത് ചെയ്യാം? പോറ്റാമെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ അത് ഇസ്രായേൽ കൂട്ടാക്കിയില്ല. അതിൻ്റെ ശിക്ഷ അവരനുഭവിച്ചു. ദൈവം പറയുക, എൻ്റെ ഉപദേശത്തിന് നീ എന്ത് ചെയ്യുക? ചെവി കൊടുക്കുക. എൻ്റെ ഉപദേശത്തിന് ചെവി കൊടുത്ത ചില അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരുമെന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. തീർന്നില്ല. എൻ്റെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. 3-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചിട്ട്. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. മതി. ഭാഗ്യവാൻ എന്നവിടെ പറയുകയാണ്. ഇതിന് ചില മൂല്യമുണ്ട്, അല്ലേ? ഈ ജ്ഞാനം എനിക്ക് ലഭിക്കുന്നത് സ്വർണവും വെള്ളിയും, നമുക്കറിയാം, നമുക്കിഷ്ടമാണ് സ്വർണം മേടിക്കുവാനും ഡയമണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പുറകെ നമ്മൾ പോയിട്ട് ആഭരണങ്ങളും ഒക്കെ നമ്മൾ മേടിക്കും. അതിനൊക്കെ മൂല്യമുണ്ട്, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അത് വിറ്റാൽ തന്നെ ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന ലോഹങ്ങളാണ്, അല്ലെങ്കിൽ ഇതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ജ്ഞാനത്തെ പറ്റി അപ്പൻ പറയുകയാണ്, ഇതിനേക്കാളും വിലയുള്ളതാ. അതിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ട്. അത് മുത്തുകളിലും വിലയേറിയത്, നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. മുത്തുകളെക്കാളും വിലയേറിയത്, അല്ലേ? ഒരാൾ ഇത്ര പണം അല്ലെങ്കിൽ സ്വർണം ഒക്കെ നമുക്ക് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുമല്ലോ. എന്നാൽ അതിനേക്കാളും മൂല്യമുള്ള ഒന്ന് കർത്താവായ ദൈവം നിനക്ക് തരാമെന്ന് പറയുക, അല്ലേ? നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഈ ജ്ഞാനം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാവോ? യഹോവ ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു. സൃഷ്ടിയുടെ ആരംഭം മുതൽ കർത്താവായ ദൈവം തൻ്റെ ജ്ഞാനം കൊണ്ട് നിർമ്മിച്ചതാണ് ഇവയെല്ലാം. അപ്പോൾ ആ ജ്ഞാനമാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ മൂല്യം നമ്മളൊന്ന് മറന്നു പോകരുത്. അതാണ് ഞാൻ നിനക്ക് തരാമെന്ന് അപ്പൻ എന്ത് ചെയ്യുന്നത്?
മകനെ പ്രബോധിപ്പിക്കുന്നത്, മകനെ ഓർമ്മിപ്പിച്ച് പറയുന്നത്. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഈ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ട്. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. പറയുകയാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുക, അപ്പൻ്റെ പ്രബോധനം കേട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ 7-ാമത്തെ വാക്യം. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അവിടെ പറയുകയാണ്, എല്ലാത്തിലും പ്രധാനപ്പെട്ടത് എന്താണ്? ജ്ഞാനമാണ്. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ. ആര് പഠിപ്പിച്ചെന്നാ പറയുന്നത്? അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനും ആയിരുന്നു. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാണ്. ആര്? അപ്പനായി ജ്ഞാനിയായവൻ തൻ്റെ മക്കളോടെന്ന പോലെ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ അപ്പൻ എന്ത് ചെയ്താ? എന്നെ പഠിപ്പിച്ചതാണ് ഈ ജ്ഞാനം. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ സമ്പത്തിലും എല്ലാത്തിലും വിലയേറിയ ഒന്നുണ്ട്. എന്താണെന്നറിയോ? ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം കൊടുക്കാത്തത് കൊണ്ട് പലരും ഇന്നെന്ത് പറ്റി? തെറ്റായ വഴിയിൽ പോയി അവരുടെ ജീവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും എല്ലാം നമ്മൾ കൊടുക്കും. പഠനത്തെ കൊടുക്കും, അല്ലേ? പൈസ കൊടുക്കും, സ്ഥലം കൊടുക്കും, ജോലി കൊടുക്കും, എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ ജ്ഞാനത്തെ മാത്രം എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. ജ്ഞാനത്തെ കൊടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് ആദ്യമേ പറയുന്നുണ്ട്, സദൃശ്യവാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആ യഹോവ ഭക്തിയെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ജ്ഞാനമില്ലാത്തവരായി ലോകത്ത്, ആദ്യം പറഞ്ഞ പോലെ അപ്പൻ്റെ ആദ്യത്തെ പാഠം, പക്ഷി നോക്കി നിൽക്കുക, കെണി വിരിച്ചപ്പെടത്തില്ല, പക്ഷെ ഇവൻ എന്ത് ചെയ്യും? അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. നിന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലയേറിയ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താ? ദൈവിക ജ്ഞാനമാണെന്ന് അപ്പൻ തൻ്റെ മകനെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നീ ഇനിയും എൻ്റെ സ്ഥാനത്താകുമ്പോൾ നിൻ്റെ മക്കൾക്ക് എന്തായിരിക്കും കൊടുക്കേണ്ടത്? ദൈവിക ജ്ഞാനത്തെയാണ്. 5, 6, 7 പാഠങ്ങൾ ഒരേപോലെയാണ്. അപ്പൻ ഒന്നുകൂടെ ഊന്നി പറഞ്ഞു എന്നേ ഉള്ളൂ. 6-ാമത്തെ പാഠത്തിനെ ഒന്നുകൂടെ ഊന്നി പഠിപ്പിച്ചതാണ് 7-ാമത്തെ പാഠം. അത് വളരെ വ്യക്തമായിട്ട് 4-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മകനെ, കേട്ടെൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. മതി. 11-ാമത്തെ വാക്യം പറയുന്നു ജ്ഞാനത്തിന്റെ മാർഗം. പിന്നെ 14-ാമത്തെ വാക്യം പറയുന്നു ദുഷ്ടന്മാരുടെ പാത. 2 മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജ്ഞാനത്തിന്റെ മാർഗവും ദുഷ്ടന്മാരുടെ മാർഗവും. പ്രബോധനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയുള്ള പ്രബോധനങ്ങളിൽ അപ്പൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? മകനെ, ഞാൻ നിനക്ക് 2 വഴി കാണിച്ചു തരാൻ പോവാ. നീ ഇവിടെ ജീവിക്കുമ്പോൾ, ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നിൽ നീ ജ്ഞാനിയായിട്ട് ജ്ഞാനമുള്ളവൻ്റെ മാർഗത്തിൽ പോകുക, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? ദുഷ്ടൻ്റെ പാതയിൽ സഞ്ചരിക്കുക. 2 ഓപ്ഷൻ നിനക്കുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അപ്പനോടെ കാണിച്ചു തരുന്നുണ്ട്. അതുതന്നെയാണ് 7-ാമത്തെ പാഠം. അതിൻ്റെ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 4-ാമത്തെ അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 19-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. ഈ വഴിയുടെ പ്രത്യേകതകളൊക്കെ അപ്പൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗത്തിൽ നിനക്കൊരു ചോയ്സ് വെച്ചിരിക്കുക. യോശുവ ഇസ്രായേൽ മക്കൾക്കൊരു എന്ത് ചെയ്തു? ഒരു ചോയ്സ് കൊടുത്തു, അല്ലേ? നിങ്ങൾക്ക് പഴയ പോലെ എന്ത് ചെയ്യാം? നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ സേവിച്ച് ആ ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തെ വിശ്വസിച്ച് അതുപോലെ നിങ്ങൾക്ക് പോകാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? യഹോവയായ കർത്താവിനെ ആശ്രയം വെച്ച് കൊള്ളുക. അതുപോലെ മക്കളോട് എന്ന പോലെ ഉപദേശിച്ചു കൊടുക്കുക. ഈ ലോകത്ത് ജീവിക്കാൻ നിനക്ക് 2 വഴിയേ ഉള്ളൂ. ഒന്നിൽ ജ്ഞാനമാർഗത്തിൽ യഹോവ ഭക്തിയിൽ നീ ജീവിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? ദുഷ്ടന്മാരുടെ പാതയിൽ സഞ്ചരിച്ചു കൊള്ളുക. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നീ ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇനി അല്പം 8, 9, 10 പാഠങ്ങൾ വായിക്കുമ്പോൾ നമുക്കല്പം ബുദ്ധിമുട്ടുണ്ടാകും. അത് സദൃശ്യവാക്യം 5, 6, 7 ആ അധ്യായങ്ങൾ മുഴുവൻ ഈ 3 ഒരേ കാര്യത്തെ പറ്റിയാണ് പ്രബോധിപ്പിക്കുന്നത്. എന്താണെന്നറിയാവോ? ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീ. നമ്മൾ ആദ്യം അവളുടെ പേര് വായിച്ചു 9-ാമത്തെ അധ്യായത്തിൽ. ഭോഷത്വമായവൾ, അല്ലെങ്കിൽ വ്യഭിചാരിയായ ഒരു സ്ത്രീ എന്നുള്ള പദവും അവിടെ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അത് ദുർനടപ്പിനെ പറ്റി മാത്രമല്ല പ്രതിപാദിക്കുന്നത്,
അതിലൊരു ആത്മീകമായ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ദുർനടപ്പ് യഹോവയെ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമാണ്. അപ്പോൾ ദൈവിക ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് നീ എന്ത് കാണിച്ചാലും എന്താ ഈ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ദൈവിക ഉടമ്പടി ബന്ധത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. 9-ാമത്തെ അധ്യായം, സദൃശ്യവാക്യം 9, അതിൻ്റെ 10. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. ഇതാര് പറഞ്ഞതാണെന്നറിയോ? ഇത് അപ്പൻ പറഞ്ഞതല്ല. 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ജ്ഞാനമായവൾ തനിക്ക് വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. എന്നിട്ട് അവൾ പറയുന്ന കാര്യമാണ്, അവൾ പഠിപ്പിച്ച കാര്യമാണ് എന്ത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. എന്ന് പറഞ്ഞാൽ നീ യഹോവയുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ഭക്തിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിനക്കാരുണ്ട്? ജ്ഞാനമായവളുണ്ട്. ഇനി രണ്ടാമതൊരു വ്യക്തി കൂടെ ഉണ്ട്. 9-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചാട്ട്. മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവും ആകുന്നു. ഇത് പറയുന്ന ആരാന്ന് വളരെ വ്യക്തമായിട്ട് അതിന് മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭോഷത്വമായവൾ അല്ലേ, 13-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. അവൾ പറയുന്നത് എന്താ? 17-ാമത്തെ വാക്യം, മോഷ്ടിച്ച വെള്ളം മധുരം, ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. രണ്ടുപേരും നമ്മളെ ഉപദേശിക്കുക. ഒരാൾ ഉപദേശിക്കുകയാണ് എന്ത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. മറ്റൊരാൾ കേൾക്കാൻ രസകരമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്താ? മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. ആദ്യമായിട്ട് അപ്പൻ ചോയ്സ് കൊടുത്ത പോലെ ഇവിടെയും ചോയ്സ് കൊടുക്കുകയാണ്. ഒന്നിൽ നീ ഒരാൾ ജ്ഞാനമായവളുടെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുക, അല്ലെങ്കിൽ ഭോഷത്വമായവൾ അവളുടെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുക. എന്താണ് പ്രത്യേകത? ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. സദൃശ്യവാക്യങ്ങൾ 7, അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരി എന്ന് പറയുക, വിവേകത്തിന് സഖി എന്ന പേർ വിളിക്കുക. അപ്പൻ പറയുക ജ്ഞാനമായവൾ പറയുന്ന വാക്കുണ്ട്, ഭോഷത്വമായവൾ പറയുന്ന വാക്കുണ്ട്. എന്നിട്ട് അപ്പം പറയുക, ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരി എന്നും വിവേകത്തോട് നീ എൻ്റെ സഖി എന്നും പറയുക. ജ്ഞാനമായവളുടെ വാക്ക് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നിൻ്റെ ജീവിതത്തെ നീ എന്ത് ചെയ്യണം? മകനെ ക്രമപ്പെടുത്തണം. അതാണ് ഈ അവസാനത്തെ 3 പാഠങ്ങൾ. ദുർനടപ്പുകാരിയുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്? വീണു പോകരുത്. പകരം നീ എന്ത് ചെയ്യണം? ജ്ഞാനമായവളോട് സഹോദരി എന്ന പോലെ ചേർത്ത് പിടിച്ചുകൊള്ളുക. അവളുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ചില പ്രത്യേകതകളുണ്ട്. അതിനു മുമ്പ് മറ്റേ വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാട്ട്. ആദ്യം ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവള് പബ്ലിക് പ്ലേസസിലാണ് നിൽക്കുന്നത്. എവിടാന്നറിയാം? വഴിയരികിലും മേടകളുടെ മുകളിലെ പാതകൾ കൂടുന്നിടത്തുമാണ് നിൽക്കുന്നത്. എന്തിനാണെന്നറിയാം ഇവിടെ നിൽക്കുന്നത്? വഴിയിൽ കൂടെ വരുന്നവരെ എല്ലാം നേർവഴി കാണിക്കുവാൻ വേണ്ടി, തെറ്റിച്ചു വിടാൻ വേണ്ടിയുള്ളതല്ല, അവർക്ക് ഗൈഡൻസ്. അപ്പോൾ അവളെ സഹോദരി എന്ന പോലെ നീ ചേർത്ത് പിടിച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ സഞ്ചരിക്കേണ്ട വഴിയിൽ അവൾ എന്ത് ചെയ്യും? നിന്നെ ഗൈഡ് ചെയ്യും. നീ എങ്ങനെ ശ്രേഷ്ഠമായ രീതിയിൽ എത്തണമെന്നുള്ളത് ദൈവിക ജ്ഞാനം നിന്നെ എന്ത് ചെയ്യും? എത്തിച്ചു ചേർക്കും. എന്നാൽ മറ്റവളുടെ പ്രത്യേകത എന്താ? 7-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുക. ചിലപ്പോൾ വീതികളിലായിരിക്കും, വിശാല സ്ഥലങ്ങളിലായിരിക്കും. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചാട്ട്. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. മതി. അതിന് മുമ്പ് 11-ാമത്തെ വാക്യം കൂടെ വായിച്ചു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരത്തിയുമാകുന്നു, അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. പറയുകയാണ്, അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. അവൾ ഓരോ വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ജ്ഞാനമായവൾ എന്താ? വഴിയഴുകിലല്ല, അവിടെ എഴുതിയിട്ടുണ്ട്, വഴിയഴുകിയ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് എല്ലാവരോടും എന്ന പോലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇവൾ ഭോഷത്വമായവൾ ഓരോരുത്തരോടുമാണ് സംസാരിക്കുന്നത്. പണ്ട് ആദ്യമേ ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ അടുത്ത് ഒരാളായിട്ട് വന്നു അല്ലേ? കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരോടും വന്ന് സംസാരിക്കുവാനാണ് എന്ത് ചെയ്യുന്നത്? അവൻ ആഗ്രഹിക്കുന്നത്. തീർന്നില്ല. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, 12 വായിച്ചിട്ട് 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
ഈ വന്നവനെ ഒരു മൈൻഡും ചെയ്തില്ല, അവനൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്തെന്നറിയോ, അവൾ കയറി അവനെ പിടിച്ചു, ചുംബിച്ചു. പെർമിഷനൊന്നുമില്ല, കയറി എന്ത് ചെയ്യുക, പിടിച്ച് ഇങ്ങനെ വശീകരിച്ചു കൊണ്ട് നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുവൾ. തീർന്നില്ല. എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. സമാധാന യാഗങ്ങൾ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത, ദൈവം കൊടുത്തതാ. ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൾ വരുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടല്ലോ. ദൈവികമായ സകല കാര്യവും അവൾക്കറിയാം. അതും പറഞ്ഞുകൊണ്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പിശാച് വന്നപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. ദൈവിക വചനങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞുകൊണ്ട് കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്നിരിക്കുക. ഇവളും അതുപോലെ തന്നെയാണ് ഇവൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഇവൻ്റെ പ്രത്യേകത ആദ്യമേ എഴുതിയിട്ടുണ്ട്, ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അപ്പൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ, ജ്ഞാനമായവളുടെ വാക്ക് കേട്ടാൽ അവൾ നിന്നെ എന്ത് ചെയ്യും, വഴി കാട്ടും. അതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അവളുടെ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. പക്ഷേ ഇവളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ 7-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ വായിച്ചാട്ട് അവൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. 18-19. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സൂഹിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. അവൾ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് കോൺസിക്വൻസസ് ഇല്ല, എനിക്കിതിനൊരു നിനക്ക് ഒരു നഷ്ടവും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. പലപ്പോഴും പിശാച് നമ്മളെ എന്ത് ചെയ്യുന്നത്, തെറ്റായ വഴിയിലേക്ക് നടത്തുന്നത് എന്താ, ഇതിൻ്റെ അവസാനം ഒന്നും സംഭവിക്കത്തില്ലെന്നൊരു തോന്നൽ കൊണ്ടുവന്നിട്ടാണ്. ഇവളും പറയുകയാണ്, നീ തെറ്റായ വഴി സഞ്ചരിച്ചാൽ നിനക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നല്ലതേ വരത്തുള്ളൂ. അങ്ങനെ തെറ്റിച്ച് കളയുന്ന ഒരു വ്യക്തി. മറ്റവളുടെ പ്രത്യേകത എന്താണ്? 8-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചാട്ട്. പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. മതി. ഇനി അതിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ട്. എൻ്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായ് സത്യം സംസാരിക്കും. അപ്പോൾ ജ്ഞാനമായവൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അവളെ നിൻ്റെ സഹോദരി എന്ന പോലെ, വിവേകത്തെ നിൻ്റെ സഖി എന്ന പോലെ ശലോമോൻ പറയുകയാണ്, എന്ത് ചെയ്യണം, നീ ചേർത്ത് പിടിച്ചുകൊള്ളണം. ഇത് അപ്പൻ മക്കളോട് ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊന്ന് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. ആദ്യമായിട്ട് പറയുന്ന ആദ്യത്തെ പാഠം എന്താണെന്നറിയാവോ, നീ എന്ത് ചെയ്യരുത്, ദുഷ്ടതയിൽ വശീകരിച്ച് നിൻ്റെ കാൽ തെറ്റിപ്പോകുവാൻ നീ ഇടയാക്കരുത്. രണ്ടാമത് പഠിപ്പിച്ചു കൊടുത്തു, എന്തുകൊണ്ട് നിനക്ക് ജ്ഞാനം ആവശ്യമാണ്, ജ്ഞാനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ജ്ഞാനം ലഭിച്ചാൽ നിനക്കുള്ള ജ്ഞാനം നീ എങ്ങനെ നേടിയെടുക്കുമെന്നുള്ളത് പറഞ്ഞു. മൂന്നാമതായിട്ട്, ജ്ഞാനം നീ നേടിയാൽ ചില ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ചില പ്രത്യേകതകൾ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചു. നാലാമതായിട്ട്, ജ്ഞാനത്തിൻ്റെ മൂല്യം മുത്തുകളെക്കാളും നിനക്ക് ഈ ലോകത്തിലുള്ള മനോഹര വസ്തുക്കളെക്കാളും വിലയേറിയതാ. 5, നിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ദൈവിക ജ്ഞാനമാണ്. 6ഉം 7ഉം പാഠം ലളിതമായിരുന്നു. 2 മാർഗമുണ്ട്, ദുഷ്ടൻ്റെ മാർഗമുണ്ട്, ജ്ഞാനത്തിൻ്റെ മാർഗമുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്ക് തന്നിരിക്കുക. 7, 8, 9, 10 പാഠങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. ഒന്നുകിൽ നിനക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ജ്ഞാനമായവളുടെ വാക്ക് കേട്ട് കൂടെ നിൽക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഭോഷത്വമായവളുടെ വാക്ക് കേട്ട്. അവൾ പറയുന്ന വാക്ക് ആദ്യമേ നമ്മൾ വായിച്ചു 9-ാമത്തെ അധ്യായത്തിൽ. 17-ാമത്തെ വാക്യം, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് നാശത്തിലേക്ക് എന്ത് ചെയ്യാം, പോകാം. അതും ഒരു ചോയ്സാണ് നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുക. ഇത്രയും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സദൃശ്യവാക്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ടാണ് സദൃശ്യവാക്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇത് നിന്നെ ഒരുക്കുവാൻ വേണ്ടി പറഞ്ഞതാ. നീ എങ്ങനെ ജ്ഞാനത്തെ നേടണം, നീ എങ്ങനെ എന്ത് ചെയ്യണം, നിന്നെ തന്നെ ക്രമപ്പെടുത്തണം. എന്നിട്ട് ഈ ജ്ഞാനത്തെ നീ കേട്ട് കഴിഞ്ഞാൽ, ഈ ജ്ഞാനം പ്രാപിച്ചിട്ട് നീ നിൽക്കുന്ന പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ നിൻ്റെ ഭൗമിക തലത്തിൽ നീ എന്ത് ചെയ്യാം, വിജയം നിനക്ക് കൈവരിക്കാമെന്ന് ശലോമോൻ ഇവിടെ നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മേൽത്തരമായിട്ടുള്ള വചനം ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചു. നമുക്ക് പലപ്പോഴും കൂട്ടായ്മയിൽ കൂടി ആത്മീയമായുള്ള പ്രബോധനങ്ങൾ ഒത്തിരി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഭൗതിക ജീവിതത്തിലും നമ്മുടെ ഈ ജീവിതം ക്രമപ്പെടുത്തുവാൻ തക്കോണം ചില പ്രാക്ടിക്കൽ ഉപദേശങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഈ ലോകം അത്ര നല്ല ലോകമല്ല. നമ്മളെ കബളിപ്പിക്കുന്ന, നമ്മളെ പലപ്പോഴും തെറ്റിലേക്ക് വഴുതി കൊണ്ടുപോകാനായിട്ട് ഇട നൽകുന്ന അനേക പ്രതിസന്ധികൾ നിൽക്കുന്ന ഒരു ലോകമാണ്. അത് അവിടെ എൽബിൽ നമ്മളെ ഓർപ്പിച്ചല്ലോ. ഈ ദുഷ്ടത നമ്മളെ പലപ്പോഴും പ്രലോഭിപ്പിക്കുന്നത് ഇതിന് യാതൊരു കോൺസിക്വൻസും ഇല്ലെന്നും പറഞ്ഞാണ്.
എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നാശത്തിൻ്റെ പാത മരണമാ, അത് അവസാനമാ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ഓർപ്പിക്കുക. എന്നാൽ പലപ്പോഴും നമുക്കത് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. ഒരു പക്ഷി പോലും അതിന് മുന്നിൽ വല വിരിച്ചാൽ തിരിച്ചറിഞ്ഞ് ആ വലയിൽ പോയി ചാടത്തില്ല. എന്നാൽ പക്ഷി കാണുക ആരും വല വിരിക്കത്തുമില്ല. എന്നാൽ നമ്മൾ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അത് ഭോഷത്വം കണ്ടിട്ടും അതിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും നമുക്കറിയാം, കരിമ്പിൻ്റെ ചക്കിൽ ഈച്ച വന്ന് ഇരിക്കും. ആദ്യം വളരെ സന്തോഷമാണ്. ഈച്ചയ്ക്ക് ആ കരിമ്പിൻ്റെ ആ മധുരമൊക്കെ നുകർന്ന് അല്പം കഴിയുമ്പോൾ ഇത് കുടിച്ച് ആ കരിമ്പിൻ്റെ രസം കുടിച്ച് വീർത്ത് അവിടെ തന്നെ ചത്തു വീഴും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് പലപ്പോഴും പാപത്തിലേക്ക് കടന്നു പോകുന്നത് ചെറിയ ചെറിയ പ്രലോഭനത്തിൽ കൂടെ കടന്നുപോയി അത് അവനെ അവിടെ നശിപ്പിക്കുന്ന അനുഭവമാണ്. ഇവിടെ ഇതാ പ്രബോധനം കേൾക്കുക, അതിനുശേഷം സദൃശവാക്യങ്ങൾ കേൾക്കുക. എന്നാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന പടം കഴുക തലത്തൊക്കെയാ, ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും, മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ട, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ ജ്ഞാനമായിട്ടുള്ള അനേക കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അതിനകത്ത് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. എത്രയ്ക്ക് നമ്മുടേതായിട്ടുള്ള അതിൻ്റെ അനുഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം.